നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വരം നടന്ന ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ തിരുവനന്തപുരം ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുത്തരിക്കണ്ടം സഖാവ് ഇ കെ നായർ പാർക്കിൽ വെച്ച് നടന്ന ജയൻ സ്മൃതി 2025 വിവിധ ദൃശ്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ. ഇതിൽ എവർഷൈൻ ഹീറോ പുരസ്കാരം നടി മല്ലിക സുകുമാരന് നൽകിക്കൊണ്ടുള്ള ചടങ്ങുകളും പ്രശസ്ത വ്യക്തികളുടെ ജയനെക്കുറിച്ചുള്ള അറിയാത്ത കഥകൾ കൂടി ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിവിധ എപ്പിസോഡുകളായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ഇന്നത്തെ ഈ സായാഹ്നം പൂർണ്ണമാക്കുന്നതിനു വേണ്ടി വിശിഷ്ട വ്യക്തികളായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, മിസസ് മല്ലിക സുകുമാരൻ, ശ്രീ TS സുരേഷ് ബാബു സാർ, ശ്രീ പ്രശാന്ത് MLA, ശ്രീ ശാന്തിവിള ദിനേശ്, ശ്രീമതി ഗീതാ രാജൻ, ശ്രീ സബീർ തിരുമല, ഡോക്ടർ PK സുകുമാരൻ എന്നീ മഹനീയ വ്യക്തിത്വങ്ങളെ കൊണ്ട് ഈ വേദി അലങ്കൃതമായിരിക്കുകയാണ്. 1974 G. അരവിന്ദൻ സാറിന്റെ ഉത്തരായനം എന്ന സിനിമയിലൂടെ സിനിമാ ജീവിതത്തിന് തുടക്കമിട്ടു. ഇതുവരെ 70-ൽ പരം സിനിമകളിൽ തന്റെ അഭിനയ മികവ് തെളിയിക്കുകയും മഹാനടനായ ശ്രീ സുകുമാരൻ സാറിന്റെ ഭാര്യ എന്ന നിലയിലും മലയാള സിനിമയിലെ 2 ബ്രില്യൻ നടന്മാരായ ശ്രീ ഇന്ദ്രജിത്ത് സുകുമാരന്റെയും ശ്രീ പൃഥ്വിരാജ് സുകുമാരന്റെയും അമ്മ എന്ന നിലയിലും അനുഗ്രഹീതയാണ്. 1974 രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വപ്നാടനം എന്ന സിനിമയിലൂടെ കരസ്ഥമാക്കി. കൂടാതെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയാവുകയും ചെയ്തു. KK രാജു സാറിന്റെ പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അടുത്തത് നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഡോക്ടർ PK സുകുമാരൻ സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വർക്കല MGM മോഡൽ സ്കൂളിന്റെ സ്ഥാപകനാണ്. കൂടാതെ പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ ഡയറക്ടറും കൂടിയാണ്. ഇനി സ്വാഗതം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗുരു കൂടിയായ ശ്രീ TS സുരേഷ് ബാബു സാറിനെയാണ്. 1976-77 കാലഘട്ടത്തിൽ മെരിലാൻഡിന്റെ ശ്രീ മുരുകൻ എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടക്കം കുറിച്ചത്. കൂടാതെ നിരവധി മെരിലാൻഡ് സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു. അതിനുശേഷം മെരിലാൻഡിലെ ശ്രീ S. കുമാർ സാറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ശ്രീ ശാസ്ത പ്രൊഡക്ഷൻസിന്റെ ഭാഗമാകുകയും അതിൽ ശ്രീകുമാരൻ തമ്പി സാർ ഡയറക്ട് ചെയ്ത മധുസാറും ജയൻ സാറും ഒരുമിച്ച് അഭിനയിച്ച വേനലിൽ ഒരു മഴ എന്ന സിനിമയിൽ അസോസിയേറ്റായി പ്രവർത്തിക്കുകയും തുടർന്ന് അങ്ങോട്ട് ജയൻ സാറിന്റെ ഒരു പിടി ചിത്രങ്ങളിൽ കൂടെ പ്രവർത്തിക്കുകയും അദ്ദേഹവുമായി ഒരു ആത്മബന്ധം നിലനിർത്തുകയും ചെയ്തു.
നിരവധി സീരിയൽ സിനിമകൾ സ്വതന്ത്രമായി സംവിധാനം ചെയ്യുകയും കോട്ടയം കുഞ്ഞച്ചൻ, ചന്ത, കടമറ്റത്ത് കത്തനാർ തുടങ്ങിയ മെഗാ ഹിറ്റ്സ് നൽകുകയും ചെയ്തു. അടുത്തിടെ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായ DNA ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. ഇനിയും നിരവധി പ്രോജക്ട്സുകൾ പ്ലാനിങ്ങിലാണ്. എന്റെ ഗുരുനാഥനായ ശ്രീ TS സുരേഷ് ബാബു സാറിന് സ്വാഗതം. ഇനി സ്വാഗതം ചെയ്യാൻ പോകുന്ന ആളെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ആളാണ്. എൻ്റെ ഒരു സഹോദരൻ കൂടിയായ ശാന്തിവിള ദിനേശ് സാറിനെയാണ്. പത്രപ്രവർത്തനത്തിലൂടെ തന്റെ ജീവിതം ആരംഭിച്ച് പിന്നീട് പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം അസോസിയേറ്റ് ഡയറക്ടറായി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത വലയം എന്ന മെഗാ ഹിറ്റ് സീരിയൽ 300 എപ്പിസോഡുകളിൽ എത്തിച്ച സംവിധായകൻ. കൂടാതെ ബംഗ്ലാവിൽ ഔദ എന്ന നല്ലൊരു കുടുംബ ചിത്രം സംവിധാനം ചെയ്യുകയുണ്ടായി. നിരവധി സീരിയലുകൾ, സിനിമകൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ചാനലാണ് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ. ചാരിറ്റി പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തിന് സ്വാഗതം. അടുത്തത് നമ്മുടെ MLA കൂടിയായ പ്രശാന്ത് സാറാണ്. സാറ് ഇപ്പോൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇലക്ഷന്റെ കുറച്ചു അതിന്റെ പ്രചരണത്തിലും കാര്യത്തിലുമാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് സ്വാഗതം ഞാൻ അരുളുന്നു. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരു മഹത് വ്യക്തിയെ ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മിസ്സിസ് ഗീത രാജൻ. ദൂരദർശൻ കേന്ദ്രത്തിലെ റിട്ടയർഡ് ഡയറക്ടർ കൂടിയാണ്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും ഡൽഹി ദൂരദർശൻ ഡയറക്ടറേറ്റിലുമായി 34 വർഷം പ്രോഗ്രാം ഓഫീസറായി മികച്ച സർവീസ് കാഴ്ചവെച്ചു. 2020 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓഫീസറായി ഡയറക്ടർ ലെവലിൽ റിട്ടയർ ചെയ്തു. സിൻസിയർ, ഓണസ്റ്റ്, ഡെഡിക്കേറ്റഡ് ആയ ഓഫീസർ എന്ന പ്രശംസ മേലധികാരികളിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രശസ്തമായ മ്യൂസിക്കൽ ഷോയായ രംഗോലിയിലൂടെ എല്ലാവർക്കും സുഖം എന്ന നിരവധി പ്രോഗ്രാംസുകൾക്ക് ചുക്കാൻ പിടിക്കുകയും നിരവധി സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുമുണ്ട്. ദീർഘകാലം ഫ്യൂച്ചർ ഫിലിമും കൊമേഴ്സ്യൽ വിഭാഗവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. രംഗോലിയിൽ ജയൻ സാറിനെ കുറിച്ച് ഒരു ഫുൾ എപ്പിസോഡ് ചെയ്തുകൊണ്ട് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. ഇപ്പോഴും മീഡിയ രംഗത്ത് തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഗീതാ മാഡത്തിന് എന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ജയൻ കലാ സാംസ്കാരിക വേദിയുടെ നിറ സാന്നിധ്യമാണ് ശ്രീ സബീർ തിരുമല. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജയൻ കലാ സാംസ്കാരിക വേദി എന്ന് തുടക്കമിട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്കൊപ്പം ഒരു സംഘടനയുടെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന ആളാണ്. കൂടാതെ മികച്ച ഒരു ആർക്കിടെക്റ്റ് ആണ്, റൈറ്റർ ആണ്, ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒരു എമിനന്റ് പേഴ്സണാലിറ്റി കോർഡിനേറ്റർ എന്നീ നിലയിൽ പ്രശസ്തനാണ് അദ്ദേഹം. കലാ സാംസ്കാരിക വേദിയിലെ നിറ സാന്നിധ്യമാണ്. ജയൻ കലാ സാംസ്കാരിക വേദിയുടെ അഭിവാജ്യ ഘടകം കൂടിയാണ്. ശ്രീ സബീർ തിരുമല സാറിന് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം അരുളുന്നു. നമ്മുടെ അധ്യക്ഷൻ ജയരാജ് സാർ ബാക്കി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും, കൂടാതെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചും അല്ലാതെയും വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകർക്കും സ്വാഗതം അരുളുന്നു. നന്ദി, നമസ്കാരം. ജയൻ കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ K. ജയരാജ് അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ഈ സായാഹ്നം ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ഒരു അഭിമാന നിമിഷമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ഒരു നടന്റെ വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ കഴിയുന്തോറും മാറ്റു കൂടിക്കൂടി വരുന്ന ഒരേ ഒരു നടൻ, അതാണ് ശ്രീ ജയന്റെ പ്രത്യേകത. വർഷങ്ങൾ കഴിയുന്തോറും തേയ്മാനവും തെളിമയും തെളിച്ചവും കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും തന്റെ ഇമേജിന് അദ്ദേഹം അറിയാതെ തന്നെ മാറ്റു കൂടുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ മലയാളികളുടെ ഹൃദയത്തിൽ വിട്ടുപോയ ഒരു വിത്ത്. ആ വിത്ത് ഞങ്ങൾ ജയൻ കലാ സാംസ്കാരിക വേദിയിലെ അംഗങ്ങളിലൂടെ ജയനെ സ്നേഹിക്കുന്നവരെ ഒരിടത്ത് സംഗമിപ്പിച്ച് ജയന്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി സംഗമിക്കുന്ന നവംബർ 16 സായാഹ്നം, അതാണ് ഇന്ന്.
അതുകൊണ്ട് തന്നെ ജയൻ കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടി ഞാനൊരു ചെറിയൊരു അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ ഞാൻ ആദ്യം തീർച്ചയായും പറയേണ്ടതും ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യത്യസ്തത എന്താണെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവന്റെ കുടുംബം. വിദ്യാഭ്യാസം ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ഒരു +2 കഴിയുമ്പോഴേ സ്വന്തം ജീവിതവും കുടുംബവും തന്നെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് നേവിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ശ്രീ ജയൻ, നേവിയിൽ തുടർന്ന് ജോലി ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ അഭിനയത്തോടുള്ള അതിയായ നിലയ്ക്കാത്ത ആഗ്രഹവുമായി നിലകൊള്ളുന്നു. അവിടെ ഡ്രാമകൾ, മറ്റ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. ചുരുങ്ങിയ കാലം നേവിയിൽ ജോലി ചെയ്തതിനു ശേഷം, പ്രവർത്തിച്ചതിനു ശേഷം ഈ ആഗ്രഹവുമായി എറണാകുളത്ത് വന്ന് ലാൻഡ് ചെയ്യാണ്. അപ്പോ ആഗ്രഹം മനസ്സിലാക്കണം. കുടുംബമാണ് ഏതൊരു വ്യക്തിയുടെയും ഫസ്റ്റ് പ്രിഫറൻസ്. അത് അദ്ദേഹം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തന്നു. എല്ലാ അർത്ഥത്തിലും ഒരു ഉദാഹരണമായി എടുക്കാവുന്ന വ്യക്തിയാണ് ജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതി നമ്മളെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടി നേവിയിലേക്ക് പോകുമ്പോഴും തന്റെ ആഗ്രഹം, തന്റെ ഉള്ളിലുള്ള ആ ഒരു നടൻ എന്ന് പറയുന്ന രീതിയിൽ അറിയപ്പെടണം, നടനാകണം എന്നുള്ള ആഗ്രഹം മാറ്റി വെക്കാതെ അതിനെയും ഒരു സൈഡിൽ വെച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി കുറെ കാലം ജോലി ചെയ്തു. പിന്നീട് നാട്ടിൽ വന്നു, എറണാകുളത്ത് വന്നു. ശ്രമം, ഏതൊരു വ്യക്തിക്കും വിജയം കൈവരിക്കണമെങ്കിൽ ശ്രമം അനിവാര്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് പലരെയും പോയി കണ്ടു, പലരെയും അപ്രോച്ച് ചെയ്തു, സിനിമാഭിനയത്തെ കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ഇതിനിടയിൽ ജയൻ കാണിച്ചു തന്ന മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് തന്റെ ശരീരവും മനസ്സും ശുദ്ധമായും ആരോഗ്യപ്രദമായും വെച്ചെങ്കിൽ മാത്രമേ നടനാകാൻ കഴിഞ്ഞാൽ തന്നെ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് എന്റേതായ ഒരു പ്രത്യേകത, വ്യക്തിത്വം ഉണ്ടാകുള്ളൂ എന്ന് മനസ്സിലാക്കി നേവിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിന് കൊടുക്കേണ്ടുന്ന എക്സസൈസും മറ്റു കാര്യങ്ങളും കൃത്യനിഷ്ഠയും ആഹാരക്രമവും വെച്ചുകൊണ്ട് ദുശ്ശീലങ്ങളൊന്നും ഇല്ലാതെ ശരീരം പുഷ്ടിപ്പെടുത്തി ഒരു പുരുഷൻ, ഒരു പൗരുഷം എന്നാൽ എന്താണെന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യം രേഖപ്പെടുത്തിയത്, ഇന്നും ആരാലും മായ്ച്ചെഴുതാൻ പറ്റാത്ത രീതിയിൽ രേഖപ്പെടുത്തിയത് നമ്മുടെ ജയനാണ്. അതാണ് ജയൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം നടനാകണമെന്ന് ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, വർക്ക് ചെയ്തു, ശ്രമിച്ചു. പക്ഷെ അതിനുശേഷമല്ല അദ്ദേഹം ശരീരം നോക്കിയത്. ഞാൻ നടനാകുമ്പോൾ, ഞാൻ തിരയിൽ വരുമ്പോൾ, സ്ക്രീനിൽ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിരിക്കണം. എനിക്ക് ദൈവം തന്ന ശരീരവും മനസ്സും ഞാൻ അതിനുവേണ്ടി തയ്യാറാക്കണമെന്ന രീതിയിൽ അന്ന് തൊട്ട് തുടങ്ങി. ആ ചെറുപ്പത്തിൽ എക്സസൈസിനും വ്യായാമത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാർക്കും ഇന്നത്തെയും എന്നത്തെയും ചെറുപ്പക്കാർക്കും ഉദാഹരണമായി അന്നേ വിളങ്ങിയ വ്യക്തിയാണ് നമ്മുടെ ജയൻ. അതാണ് ജയന്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ശരീരം നോക്കി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ അടിക്കുമ്പോൾ അടി വാങ്ങിച്ച് ഒരുപാട് കാലം ജയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ തോറ്റുപോയിട്ടുണ്ട്. സത്യത്തിൽ നമുക്കത് ഉൾക്കൊള്ളണമെന്ന് വലിയ പാടായിരുന്നു. കാരണം ഒരടി മര്യാദയ്ക്ക് തിരിച്ചടിച്ചാൽ ഈ നായകനൊന്നും അല്ലെന്ന രീതിയിലുള്ള ശരീരാവസ്ഥവുമുള്ള ജയൻ ഓരോ കഥാപാത്രത്തിനു വേണ്ടി അദ്ദേഹം സ്വയം അടി വാങ്ങി സൈഡിലൂടെ വന്ന് ചില സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ വ്യക്തിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ട്രാക്ക് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ശ്രീ ഹരിഹരൻ സാറിന്റെ ശരപഞ്ചരം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ ഒരു നെഗറ്റീവ് റോൾ എടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് അഭിനയിച്ചു. അപ്പൊ അതിന് അദ്ദേഹത്തെ കണ്ടെത്തിയ ഹരിഹരൻ സാറിനെ നമ്മളിവിടെ മനസ്സുകൊണ്ട് ഓർക്കണം. അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ മനസ്സുകൊണ്ട് സന്തോഷിക്കണം, ഓർക്കണം. കാരണം ആ ഒരു സിനിമയിലൂടെയാണ് ജയൻ എന്ന് പറയുന്ന വ്യക്തി മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറിയത്. അതുവരെ ഒരു പക്ഷേ ഒരു നടനുണ്ട്, ആ നടൻ അങ്ങനെ വന്നു പോകുന്നല്ലാതെ എന്താണ് ഒരു വ്യക്തിത്വം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഹീറോ അല്ല, ആന്റി ഹീറോ ആണ്. ജയൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കയറിയ ശരവഞ്ചരം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം കാണിക്കുന്നത് മുഴുവൻ വില്ലത്തരമാണ്. അവസാനവും വില്ലനായി ബുദ്ധിമുട്ടി അവസാനം തീരാണ്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെന്നറിയാത്തൊരു വികാരം, എന്തെന്നറിയാത്തൊരു മനസ്സിനെ ഒന്ന് ഇളക്കി അദ്ദേഹം അങ്ങ് പ്രതിഷ്ഠിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിനെ നല്ല നല്ല വേഷങ്ങളിൽ ഹീറോവായി സഹകരിപ്പിക്കാനും പങ്കെടുപ്പിക്കാനും സംവിധായകർ മുമ്പോട്ട് വന്നു. പക്ഷേ ഒരു 4 വർഷം കൊണ്ടാണ്
മലയാള സിനിമയുടെ സ്ഥിരകാല സൂപ്പർ സ്റ്റാർ, ആക്ഷൻ ഹീറോ എന്നൊരു ഇമേജിലേക്ക് ജയൻ ഉയർത്തപ്പെടുന്നത്. അതായത് 80 നവംബർ 16 അദ്ദേഹം നമ്മളെ വിട്ടു പോകുമ്പോൾ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് വേണ്ടി കോൾ ഷീറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളിവിടെ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിയും ശ്രമിച്ചാൽ, ആഗ്രഹത്തോടെ കിണഞ്ഞ് പരിശ്രമിച്ചാൽ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും എന്ന് പറഞ്ഞതിന് ഉദാഹരണമാണ് നമ്മുടെ ജയൻ. കുടുംബത്തിന് വേണ്ടി തുടങ്ങി, നമ്മുടെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. സാഹചര്യം നോക്കി പ്രവർത്തിച്ചാൽ നമുക്കും ഏതു മേഖലയിലും തിളങ്ങി വിളങ്ങാമെന്ന് തെളിയിച്ച ശ്രീ നടനെ ഓർക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഇതിന്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ജയനെ കുറിച്ചുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും വരുന്നു എന്ന് എനിക്കറിയാം. കാരണം നമ്മളിവിടെ ഓരോ സെക്കൻഡിലും അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ വരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓരോ വ്യക്തികളും അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളറിയാതെ നമ്മൾക്കൊരു സന്തോഷം, ഒരു പുളകം, ഒരു കോരിത്തരിപ്പ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതാണ് ആ വ്യക്തി നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമ്മൾക്ക് വിട്ടുകൊടുത്തിട്ട് പോയത്. ഇത് മറ്റൊരു നടന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിത്വങ്ങളും വ്യത്യസ്തങ്ങളാണ്. പിന്നെ ഇന്നിവിടെ ജയൻ കലാ സാംസ്കാരിക വേദിയുടെ എവർഷൈൻ ഹീറോ അവാർഡ് ജേതാവായി അത് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന മല്ലിക സുകുമാരൻ മാഡത്തെ കുറിച്ച് 2 വാക്ക്. കാരണം നമുക്കറിയാം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചു പോകുന്ന, തോറ്റുപോകുന്ന, തലകുനിയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തോറ്റുപോയി, ഇനി വയ്യ എന്നൊക്കെ പറഞ്ഞ് ചില വിപരീതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ ഇടയിൽ ഒരമ്മ, ഒരു സ്ത്രീ എന്തായിരിക്കണമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ശ്രീമതി മല്ലിക സുകുമാരൻ. കാരണം 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സൈഡിൽ നിന്നുകൊണ്ട് നമ്മുടെ സുകുമാരൻ സാറിന്റെ മരണസമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്. ആ ചിത്രം ഇന്ന് എന്റെ മനസ്സിലുണ്ട്. ഇനി എന്താ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് നിശബ്ദമായ ഒരു നോട്ടത്തിലൂടെ മറുപടി കൊടുത്തുകൊണ്ട് ഇത്രയും കാലം ജീവിച്ച് ആ 2 മക്കളെ, ആൺകുട്ടികളെ, സിംഹക്കുട്ടികളെ പോലെ മലയാള സിനിമയിലെ മുടിചൂടാ മന്നന്മാരായി വളർത്തിയെടുത്ത് ഇന്ന് മലയാളികളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അമ്മയുടെ കഴിവാണ്. അതുകൊണ്ട് തന്നെ അവരും നമുക്ക് ഇന്ന് വേദിയിൽ എത്താൻ അവർ സമ്മതിച്ചതും ഇത് സ്വീകരിക്കാൻ തയ്യാറായതുമൊക്കെ ജയൻ കലാ സാംസ്കാരിക വേദിയോടും പിന്നീട് ജയനോടുള്ള ഒരു സ്നേഹവുമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അപ്പൊ ഈ അവാർഡ് അവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഏതൊരു അവാർഡും അർഹിക്കപ്പെടുന്ന കൈകളിൽ എത്തുമ്പോഴാണ് അതിന് പൂർണ്ണത. അങ്ങനെയാണല്ലോ. ഏതൊരു അവാർഡിനും ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ജയനോടൊപ്പം പല സിനിമകളിലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കൂടുതലില്ലെങ്കിലും വളരെ കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കാലം തൊട്ട് സിനിമയിലുള്ള, ഇനി അദ്ദേഹത്തെ കുറിച്ച് തീർച്ചയായിട്ടും മല്ലിക മാഡം സംസാരിക്കുമ്പോൾ പറയുന്ന നമുക്കറിയാം, അനുഭവങ്ങൾ, അദ്ദേഹത്തുമായിട്ടുള്ള ഇടപഴകുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം പറയുമെന്നറിയാം. സോ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ പുഞ്ചിരികളിൽ ഏറ്റവും നല്ല പുഞ്ചിരി ജയന്റെ പുഞ്ചിരിയാണ്. മൂളൽ, ഏറ്റവും ഗാംഭീര്യമുള്ള മൂളൽ ജയന്റെയാണ്. കൈ ഇങ്ങനെ മുഷിച്ചുട്ടിങ്ങനെ നിന്നാൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും തോന്നും, അടുത്ത് പോയി നിൽക്കാൻ പേര് തോന്നും. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചതും തീർച്ചയായിട്ടും ജയനാണ്. സോ വ്യക്തിത്വം, പുരുഷത്വം, ഒരു ആകാര സൗഷ്ഠവം എന്നതൊക്കെ പറയുന്നതിന് ഉത്തമ ഉദാഹരണമായിട്ട് വിളങ്ങുന്ന ജയൻ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇന്നിവിടെയൊക്കെ ജയന്റെ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ഈ കൂട്ടായ്മയുടെ ഒരേ ഒരു ശക്തി ജയനോടുള്ള സ്നേഹം മാത്രമാണ്. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, പണക്കാരനാണോ പാവം, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ജയനോട് സ്നേഹമുണ്ടോ? ജയൻ കലാ സാംസ്കാരിക വേദിയിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. അതല്ല മറ്റെന്തെങ്കിലും ആണോ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് അതിൽ ഇടമില്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ജയനെ കുറിച്ച് ഓർക്കുക, ജയനെ കുറിച്ച് സംസാരിക്കുക, ജയന്റെ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. ഇതിനുവേണ്ടി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ, വീൽ ചെയർ ഡിസ്ട്രിബ്യൂഷൻ, അന്നദാനം, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 18 വർഷമായി തിരുവനന്തപുരത്ത് ചെയ്തു വരികയാണ്. സോ അതിന്റെ ഒരു പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന എനിക്ക് തീർച്ചയായും ആനന്ദം കൊള്ളുന്ന ഒരു സന്തോഷം. നമ്മുടെ ജയന്റെ ഓർമ്മ ദിവസമാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു ജയന് വേണ്ടി, ജയനെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷിക്കാവുന്ന, വളരെ പുളകം കൊള്ളിക്കുന്ന ഒരു മുഹൂർത്തമായി ഞാൻ കാണുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ജയനെ കുറിച്ച് പല ചിന്തകളും വന്നു പോകുന്നുണ്ടാവുന്ന ഉറപ്പാണ്. തീർച്ചയായും അതിനെല്ലാം ഒരു സ്നേഹത്തോടെയുള്ള ഒരു നന്ദി കൂടെ ഞാൻ അറിയിക്കുകയാണ്. കാരണം എൻ്റെ ഒരു സംഘടന ജയൻ കലാ സാംസ്കാരിക വേദിയുടെ കൂട്ടായ്മ, അതിൽ പ്രസിഡന്റ് മാത്രമല്ല, സെക്രട്ടറി മാത്രമല്ല, ഒരു സ്ഥാനത്തുള്ള ആരുമല്ല, ഈ 30 പേരുടെ
പ്രയത്ന ഫലമാണ് ഇന്ന് ഈ സംഘടന ഇവിടെ നിൽക്കുന്നത്. ഇതിനെ തകർക്കാൻ ശ്രമിച്ചവരുണ്ട്, അവരൊക്കെ തോറ്റ് ഏത് വഴിക്ക് പോയെന്ന് അറിയില്ല, അവരൊന്നും അഡ്രസ് ഇല്ലാതായിട്ടുണ്ട്. കാരണം ജയന്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെയാണ്. ജയന്റെ ആത്മാവ് കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഒരു രീതിയിലും ജയൻ കലാ സാംസ്കാരിക വേദിക്ക് ഒരു ഇടിവോ ചതവോ ചുളിവോ സംഭവിക്കില്ലെന്നുള്ള ഉറപ്പുണ്ട്. നേരായ വഴിയിലൂടെ ജയന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ജയൻ കലാ സാംസ്കാരിക വേദി തിരുവനന്തപുരത്ത് ഇനിയും സജ്ജമാണ് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരവും ജയന്റെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതുമായ ശ്രീമതി മല്ലിക സുകുമാരനാണ് ഈ വർഷത്തെ അവാർഡ് ഞങ്ങൾ നൽകുന്നത്. എവർഷൈൻ ഹീറോ ജയൻ പുരസ്കാരം വേദിയിലും സദസ്സുകളുള്ള മകൻ വ്യക്തികളെ നമസ്കാരം. ഇത്രയും വലിയൊരു ആദരവ് എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനപൂർവ്വം സന്തോഷിക്കുന്നു. എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഈ സംഘടന ജയൻ കലാ സാംസ്കാരിക വേദി ജേക്കബ് സാറിൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം അതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പേരിലോ ഈ യുവതലമുറയ്ക്ക് പ്രചോദനം സൃഷ്ടിക്കുന്ന ഈ വാക്കുകൾ സാർ അവതരിപ്പിച്ച കാര്യം അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ അനുവാദം തരണം. അതിനുവേണ്ടി കൂടെയാണ് ഞാൻ സാറിൻ്റെ ടെലിഫോൺ നമ്പർ വാങ്ങിയത് തന്നെ. ഇതിന് ഈ അവാർഡ് എനിക്ക് നൽകിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അലക്സാണ്ടർ സാറ്, മലയ ചേച്ചി, അതുപോലെ സബിൻ തിരുമല, ശാന്തിവിള ദിനേശ്, എൻ്റെ അധ്യക്ഷൻ ജയരാജ്, ആശാ നായർ, ഗീത മേഡം, മറ്റ് എൻ്റെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എന്നെ ക്ഷണിച്ചു തരും. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇവരെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കി പറയാം, എല്ലാവരും ഒത്തിരി സംസാരിച്ചു. ജേക്കബ് സാർ എനിക്ക് ഒത്തിരി അറിയാത്ത കാര്യങ്ങളാണ്. സിനിമയിൽ നിന്ന് ജയൻ ചേട്ടൻ വന്ന തൊട്ടുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഒരു 5 പടോ 6 പടോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. വലിയൊരു മഴ, പുതിയ വെളിച്ചം, അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ, ആക്രമണം, നായാട്ടിൻ്റെ കുറേ പോർഷൻസ്, അദ്ദേഹത്തിൻ്റെ കുറേ ഡോക്യുമെൻ്ററീസ് ഒക്കെ ചെയ്യാൻ പറ്റി. ഗർജനം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ റെക്കോർഡിങ് കം ഒരു ഡാൻസ് സീക്വൻസ് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്തു. അതിന് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ജേക്കബ് സാർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഹിസ്റ്ററിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരിക്കുമ്പോൾ അന്ന് ഇതുപോലെ നടന്മാരെ ചെന്നിട്ട് നിങ്ങളുടെ പ്രീവിയസ് എന്ത് കാര്യം എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഡയറക്ടറായ പിന്നെ ചോദിക്കാം. എന്തായാലും ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ഹിസ്റ്ററി വേറെ രീതിയിലേക്ക് ആയേനെ.
അതുപോലെ തന്നെ വലിയ ചേച്ചി സുഹേട്ടനെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ അർഹിക്കുന്ന, എനിക്ക് തോന്നുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് വലിയ ചേച്ചി. ഈ അവാർഡ് ഏറ്റുവാങ്ങാനും കൊടുക്കാനും തീർച്ചയായിട്ടും. കാരണം ഇന്ന് വലിയ ചേച്ചി എൻ്റെ സ്വന്തം സഹോദരി പോലെയാണ്. സുഹേട്ടനായിട്ടും അത്ര അടുപ്പമായിരുന്നു. ഞാൻ കോട്ടയം കുഞ്ചലിൽ തുടങ്ങിയ ബന്ധം അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു സുഹേട്ടൻ്റെ അവസാനത്തെ പടം എൻ്റെ പടമായിരുന്നു, ശിബിരം എന്ന് പറഞ്ഞ്. പിന്നെ മക്കളും കുട്ടികൾക്കും അത്രയും ഇഷ്ടമാണ് എന്നെ. ഒരു കുടുംബമാരിയാണ്. എന്തായാലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും വലിയ ചേച്ചിക്കും, ആശംസകൾ. നന്ദി, നമസ്കാരം. കേരളം മുഴുവൻ കഴിഞ്ഞ 10-20 വർഷക്കാലമായി യൂട്യൂബും വാട്സാപ്പും ഫേസ്ബുക്കും വന്നപ്പോൾ തന്തയെ മാറ്റി വിളിക്കുന്ന ഒരു ചെറുക്കൻ ജയേട്ടനെ എത്രമാത്രം നാണം കെടുത്താമോ അത്രയും ചെയ്തിട്ട് പോലും 45 വർഷം കഴിഞ്ഞ ജയേട്ടൻ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നു. അടുത്ത ഫോൺ വരുന്നു, അല്ല ചേച്ചി, അത് സുകുമാരൻ ഇവർ രണ്ടും കൂടെ ഒരു ബൈക്കിൽ പോവുകയായിരുന്നു, പക്ഷേ അപകടം സംഭവിച്ചത് ജയനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും സുഖേട്ടനോട് എന്നോട് എന്തോ ജയന് പറ്റിയത്, അല്ല അതിൻ്റെ വിശദവിവരം ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു. ഈശ്വര. അന്ന് എൻ്റെ അങ്കിൾ ഉൾപ്പെടെ ജയനോട് ചോദിച്ചു, ജയൻ അങ്ങ് 30 വയസ്സ് കഴിഞ്ഞില്ലേ, കല്യാണം കഴിക്കണ്ടേ? അന്ന് ജയൻ എൻ്റെ അങ്കിളിനോടും അന്നത്തെ നേവി ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞത് പ്രസിദ്ധമായൊരു കാര്യമാണ്. ജയൻ ജനിച്ചത് വിശാഖ നക്ഷത്രത്തിലാണ്. വിശാഖ നക്ഷത്രത്തിൽ 32-33 വയസ്സാവുമ്പോൾ 7.5 കണ്ടകശനിയുടെ ഒരു അസ്ഥിനിവേശമുണ്ട്. ആ സമയത്ത് 95% പേരും അകാല മൃത്യു അടയും. ഇത് ജയൻ അറിയാമായിരുന്നു, ജയൻ്റെ അച്ഛൻ അറിയാമായിരുന്നു. അവരതിന് പരിഹാര പ്രക്രിയ നിരവധി ക്ഷേത്രങ്ങളിൽ പോയി ചെയ്തു. പക്ഷേ വിജയിക്കുമെന്ന് ജയൻ ഒരു ഉറപ്പുമില്ല.